ഖുർആൻ ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഖുർആനിന്റെ അർത്ഥം പറഞ്ഞാൽ തീരൂല, അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. കടലിലെ തിരമാല പോലെയാണത്, അത് തീരൂല, ഒന്നേമേലെ ഒന്നായി അർത്ഥങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ ഒരു വ്യാഖ്യാനം എന്ന് പറയുമ്പോ അതെല്ലാം ഖുർആനിൽ ലഭിക്കുന്ന അർത്ഥങ്ങൾ തന്നെയാണ്. എല്ലാവരും ചൊല്ലണ ഒരു സ്വലാത്ത്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. സുഹൃത്തുക്കളെ, സദഖയുടെ ബഹുമാനമറിയാൻ, ധർമ്മത്തിന്റെ മഹത്വം അറിയാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. 70 കൊല്ലം പടച്ചവനെ ആരാധിച്ച ഒരു മഹാൻ ഇബാദത്തിൽ തന്നെ മുഴുകി ജീവിച്ചു. ഒരു ദിവസം സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്തൊരു നല്ല ഭംഗിയുള്ള പെണ്ണിങ് വന്നു. മനുഷ്യനെ ചതിയിൽപ്പെടുത്തുന്ന, വളരെ അപകടം സംഭവിക്കുന്ന ഒരു വിഷയമാണല്ലോ സ്ത്രീ. ഭംഗിയുള്ള ഒരു പെണ്ണ് ഇത്രയും ഇബാദത്തെടുത്ത മനുഷ്യന്റെ സമീപത്ത് വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞു. നല്ല തണുപ്പുള്ള രാത്രിയാണ്. അദ്ദേഹം ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല, ഇബാദത്തിൽ തന്നെ അങ്ങ് മുഴുകി. ആ സ്ത്രീ പിന്തിരിഞ്ഞു പോകുമ്പോൾ അവളെ കൊള്ളേ ഇബാദത്തെടുക്കുന്ന മനുഷ്യന്റെ കണ്ണൊന്ന് പതിഞ്ഞു. മനുഷ്യൻ പലപ്പോഴും അപകടത്തിൽ ചാടൽ കണ്ണുകൊണ്ട് പതിയുമ്പോഴാണ്. അത് ഇബ്ലീസിന്റെ ഒരു കെണിവലയാണ്, ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുതെന്ന് സ്വർഗത്തിൽ നമ്മളെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചത്. നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പിടുത്തം കിട്ടിയില്ല, മനക്കരുത്ത് നഷ്ടപ്പെട്ടു പോയി. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുള്ള ജീവിതത്തിലുള്ള ബുദ്ധി നീങ്ങിപ്പോയി. അവളുടെ പിന്നാലെ 70 കൊല്ലം ഇബാദത്തെടുത്ത ഈ മനുഷ്യൻ പിന്നാലെ അങ്ങ് ചെന്നു. ചെന്നപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ഇലായിന, എങ്ങോട്ടാ പോകുന്നത്? അയാള് പറഞ്ഞു, അദ്ദേഹം അതാ ആ സ്ത്രീയോട് ചോദിച്ചു, ഇലായിന, നീ എങ്ങോട്ടാ പോകുന്നത്? അപ്പോഴാ പെണ്ണ് പറഞ്ഞു, ഇലാഹൈതു ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഹൈഹാത്ത്, അതേ വിഷയം ദൂരമായി പോയി. സാറൽ മുറാദു മുരീദൻ വല്ലഹറാറു അബീദാ. നേരത്തെ എന്നെ തേടി ഇങ്ങോട്ട് വന്ന പെണ്ണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് തേടി പോകുന്നവനായി പോയി. ഇപ്പോൾ സ്വതന്ത്രൻ അടിമയായി, അടിമ സ്വതന്ത്രനായി. ഇനിയിപ്പൊ ഇവള് പോകുന്ന പോലെ ഞാൻ പോകണം എന്നുള്ളിടത്തിലാ ഉള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ അദ്ദേഹം ഇങ്ങ് പിടിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് ഇങ്ങ് കടത്തിയിട്ട് 7 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ ആ പെണ്ണിനെ താമസിപ്പിച്ചു. 7 ദിവസം കടുത്ത തെറ്റ് സംഭവിച്ചു പോയി. 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് പടച്ച റബ്ബേന്റെ 70 കൊല്ലത്തെ ഇബാദത്ത്, 70 കൊല്ലം ഇബാദത്തെടുത്ത ഞാൻ 7 ദിവസം കടുത്ത തമ്മാടിത്തം ചെയ്തു പോയല്ലോ. എന്റെ 70 കൊല്ലത്തെ ഇബാദത്ത് വിറ്റുപോയല്ലോ. 7 ദിവസത്തെ തെറ്റ് വന്നല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിൽ തൗബ വന്നു, ഖേദം വന്നു, പൊട്ടി പൊട്ടി കരഞ്ഞു, ബോധം കെട്ട് വീണുപോയി. നല്ല തൗബ മനസ്സിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് പടച്ച റബ്ബ് കൊടുത്ത ഏതോ ഒരു സൽക്കർമ്മത്തിന്റെ ബറക്കത്തായിരിക്കാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ഖേദം വന്നു, ബോധം കെട്ട് വീണു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു നല്ല മനുഷ്യന്റെ അടയാളങ്ങളൊക്കെയുണ്ട്, അതുകൊണ്ട് പറയട്ടെ, ഞാൻ നിങ്ങളെ കൂടെ ഇല്ല. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കൂടി രക്ഷപ്പെടുത്താൻ നിങ്ങളൊന്ന് എന്നെ ഓർമ്മിക്കണേ.
ആ പെണ്ണും തൗബ ചെയ്തു പോയി. അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല. അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി അങ്ങ് നടന്നു. എവിടെയെന്നില്ലാതെ നടക്കുകയാണ്. രാത്രിയിൽ വിജനമായൊരു സ്ഥലത്ത്, വേറെ കൂടുതൽ ആളുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ 10 അന്ധന്മാരെ കാണുകയാണ്. 10 ആളുകൾക്കും കണ്ണിന് കാഴ്ചയില്ല. അവിടെ അങ്ങ് ചെന്ന് ഇദ്ദേഹവും അവിടെ ഇരുന്നു. പക്ഷേ ഈ 10 ആളുകൾ ഇദ്ദേഹത്തെ കാണുന്നില്ല. ഈ 10 അന്ധന്മാരായ ആളുകൾക്ക് ദിവസേന 10 പത്തിരി കൊടുത്തേക്കുന്ന, ഭക്ഷണം കൊടുത്തേക്കുന്ന ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ അടിമയുടെ കൈവശത്തിലാണ് പത്തിരി കൊടുത്തേക്കാറുള്ളത്. സ്വാഭാവികമായും അന്നത്തെ ദിവസവും ഈ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ പണ്ഡിതൻ, ആ പുരോഹിതൻ പറഞ്ഞേച്ച അടിമ 10 പത്തിരിയും കൊണ്ടിങ്ങ് വന്നു. ഓരോരുത്തർക്കും വിതരണം ചെയ്യുമ്പോൾ ഇദ്ദേഹവും അങ്ങ് കൈകാട്ടി. കാരണം ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളായി, വല്ലാത്ത വിഷമത്തിലാണ്. ഒന്നും നോക്കാതെ റബ്ബിനെ പേടിച്ചിറങ്ങിയതാണ്. വിശന്നിട്ട് നിവൃത്തിയില്ല. ഭക്ഷണത്തിന് അദ്ദേഹവും കൈ നീട്ടി. ഈ അടിമ 10 ആൾക്കും ഭക്ഷണം കൊടുത്തു. അപ്പോൾ സുഹൃത്തുക്കളെ, കിട്ടിയപ്പോൾ 10ൽ നിന്ന് ഒരു വ്യക്തിക്ക് പത്തിരി കിട്ടിയില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട പത്തിരി കണ്ണിന് കാഴ്ചയുള്ള ഈ ദോഷം ചെയ്തു പോയ മനുഷ്യന്റെ കയ്യിലാ കിട്ടിയത്. 10 കണ്ടുകൂടാത്ത അന്ധന്മാരല്ലേ. അപ്പൊ ഇയാൾ കൈ നീട്ടിയപ്പോ അയാൾക്കും കൊടുത്തു. കൊടുത്തപ്പോൾ 10 എണ്ണവും കൊടുത്തു കഴിഞ്ഞു. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തവന് ഭക്ഷണം കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പത്തിരി എവിടെ? റഗീഫി, എന്റെ പത്തിരി എവിടെ? അപ്പൊ കൊണ്ടുവന്ന അടിമ പറഞ്ഞു, ഞാൻ 10ഉം കൊടുത്തിട്ടുണ്ടല്ലോ. കണ്ണിന് കാഴ്ചയില്ലാത്ത ആ പാവപ്പെട്ടവരങ്ങ് പറഞ്ഞുപോയി, അബീതു താവിയ, ഇന്ന് രാത്രി ഞാൻ പട്ടിണി കിടക്കാം. കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മനുഷ്യന് ഭക്ഷണത്തിന് വഴിയില്ലല്ലോ. ഇത് കേട്ടപ്പോൾ നേരത്തെ 7 ദിവസം തെറ്റ് ചെയ്ത് തൗബ ചെയ്തു വന്ന പാപിയായ മനുഷ്യനല്ലേ ആ കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ പത്തിരി കയ്യിലാക്കിയത്. അദ്ദേഹം അങ്ങ് കരഞ്ഞുപോയി. അദ്ദേഹം അതാ പറഞ്ഞ കണ്ണിന് കാഴ്ചയില്ലാത്തവന് പത്തിരി കൈമാറിയിട്ട് പറഞ്ഞു, പട്ടിണി കിടക്കേണ്ടത് ഇയാളല്ല, പട്ടിണി കിടക്കേണ്ടത് തെറ്റ് ചെയ്ത ഞാനാണ്. ഇദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പത്തിരി അങ്ങ് കൈമാറി. പട്ടിണിയിൽ തന്നെ കിടന്നു. ക്ഷീണം വന്നു.